ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ എൻ്റെ ഭാര്യാപിതാവ് അടക്കമുണ്ട്. 75 വയസ്സായ ആൾക്കാർ മുതലും പൂർവ്വ വിദ്യാർത്ഥികളാണ് ആ മദ്രസയിൽ. ഇപ്പോൾ വലിയ തോതിൽ വലുതാക്കി പണിതു, വലിയ സന്നാഹങ്ങളായി. എൻ്റെ പേരിൻ്റെ പിന്നാമ്പുറത്ത് നിങ്ങൾ കാണുന്നത് മേൽപ്പത്തൂർ എന്ന് പറയുന്ന പേരാണ്. മേൽപ്പത്തൂർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഞാനല്ല ആള്. മുമ്പേ കഴിഞ്ഞു പോയ ഹൈന്ദവ മിത്തോളജിയിലെ വലിയൊരു മനുഷ്യനുണ്ട്, ഹൈന്ദവരൊക്കെ ആദരിക്കുന്ന ഒരാളാണ്. അതൊരു നാടിൻ്റെ പേരാണ്, ഒരു ദേശത്തിൻ്റെ പേരാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തെ പറയുക. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പരമപൂജതീയ ആദിതീർത്ഥ ജഗദ്ഗുരു ശ്രീ മഹാധിപതി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്വാമികൾ എന്നാണ്. അങ്ങനെയാണ് ഹൈന്ദവർ വിളിക്കുക. അപ്പം ആ പ്രദേശമൊക്കെ ഉൾക്കൊള്ളുന്ന മഹല്ലാണ് കുറുമ്പത്തൂർ. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ആ കുറുമ്പത്തൂർ മഹല്ലിൽ ഇതേപോലെ ഇപ്പൊ നിങ്ങളുടെ ഈ PMRC പോലെ ഒരു സംഘടനയുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഖുവ്വത്തുൽ ഇസ്ലാം സംഘം എന്നാണ് അതിനെ പറയുക. ഖുവ്വത്തുൽ ഇസ്ലാം. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് 15 അവിടെ ഒരു പരിപാടിക്ക് വിളിച്ചു. അന്ന് ഞാൻ വെറും ഒരു സുലൈമാനാണ്. കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഡോക്ടറൊന്നും പറയാനുള്ള ബിരുദങ്ങളൊന്നും എടുത്തിട്ടില്ല. എനിക്ക് 21-ാമത്തെ വയസ്സോ 20-ാമത്തെ വയസ്സോ മറ്റുമാണ്. ആ സമയത്ത് ഖുവ്വത്തുൽ ഇസ്ലാം സംഘം അന്നൊരു ഫ്ലോറസന്റ് പേപ്പറിൽ പേരെഴുതിയിട്ട് ഇറക്കും. ആ പേരിൽ എന്ത് കൊടുക്കണമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സുലൈമാന് കൊടുക്കണോ, സുലൈമാൻ കായൽമഠത്തിൽ കൊടുക്കണോ, അതെൻ്റെ ഇനീഷ്യലാണ്. അവസാനം പിന്നെ ആ പ്രദേശത്തിൻ്റെ പേരിട്ട് അവർ വിളിച്ചു. അവരാണ് എനിക്ക് ആദ്യമായിട്ട് സുലൈമാൻ മേൽപ്പത്തൂർ എന്ന് പേരിട്ടത്. അത് ഇതേപോലെ ഒരു യുവസംഘടനയായിരുന്നു, ഖുവ്വത്തുൽ ഇസ്ലാം സംഘം. അവരുടെ പരിപാടി അടുത്ത ആഴ്ച വരുന്നുണ്ട്. അതിൽ ഞാൻ തന്നെയാണ് മുഖ്യപ്രഭാഷകനായിട്ട് അവരെന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒരു മഹല്ലാകുമ്പോൾ ആ മഹല്ലിൻ്റെ അതോറിറ്റി മുകളിലുണ്ടാകും. പക്ഷെ ആ അതോറിറ്റിക്ക് താഴെ കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സംഘങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരേ ദിശയിൽ ഒരേ കാഴ്ചപ്പാട്. മഹല്ലിനെ ശിഥിലീകരിക്കുന്ന, മഹല്ലിനെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ആരും ഉണ്ടാകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്രസി ഉണ്ട്, ഡെമോക്രസി ഉണ്ട്, ലെസസ് ഫെയർ ഉണ്ട്. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി എന്ന് ഒരാൾ ഉയരത്തിലിരുന്ന് പറയുന്നതിൻ്റെ പേരാണ് ഓട്ടോക്രാറ്റിക് വോയിസ് എന്ന്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ അങ്ങനെയാണ്, ഓട്ടോക്രാറ്റാണ്. ഡെമോക്രസിയാണ് നമ്മുടെ ചിന്തയെങ്കിലും ഓട്ടോക്രാറ്റിക്. ഒരാൾ മാത്രം പറയുന്നു, മറ്റുള്ളവരെല്ലാം കേൾക്കണം. അതിൻ്റെ പേരാണ് ഓട്ടോക്രസി. എന്നാൽ എല്ലാവരോടും ചോദിച്ച് തീരുമാനമെടുത്ത് എല്ലാവരാലും തീരുമാനിക്കപ്പെടുന്നതിൻ്റെ പേരാണ് ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദി പീപ്പിൾ. അതാണ് ശരിക്കും ഡെമോക്രസി. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദി പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതാണ് ഓഫ് ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ. അത് ഡെമോക്രാറ്റിക് ആണ്. എന്നാൽ പുതിയ ലീഡർഷിപ്പിന്റെ രീതി ഞാൻ മഹല്ലുകാരോടാ പറയുന്നത്, ലെസസ് ഫെയർ എന്ന് പറയുന്ന സാധനമാണ്. ലെസസ് ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൃത്യമായി ഓരോരുത്തരെയും അനലൈസ് ചെയ്യുക, അവർക്ക് എന്തൊക്കെ കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കുക, ആ കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും മനസ്സിലാക്കി അവർക്ക് കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് മുന്നോട്ട് പ്രവർത്തനം കൊണ്ടുപോകുക. അതാണ് ലെസസ് ഫെയർ എന്ന് വെച്ചാൽ. ഇപ്പം മഹല്ലിന്റെ സംവിധാനമാണെങ്കിൽ ആ മഹല്ല് സംവിധാനത്തിൽ വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു സംഘം ഉണ്ടാവുക, സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കാൻ മറ്റൊരു സ്ത്രീകളിൽ നിന്ന് തന്നെ ഒരു സംഘം ഉണ്ടാവുക, അവർ അത്യാവശ്യം ഖുർആനും ഹദീസൊക്കെ പഠിച്ചവരാവുക, യൂത്തിന് നേതൃത്വം കൊടുക്കാൻ യുവാക്കൾക്കിടയിൽ നിന്നൊരു സംഘം ഉണ്ടാവുക, പ്രായം ചെന്നവർക്ക് നേതൃത്വം കൊടുക്കാൻ പ്രായം ചെന്നവരിൽ നിന്നൊരു സംഘം ഉണ്ടാവുക, അതേപോലെ തന്നെ കൊച്ചുകുട്ടികളെ കളിപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് പട്ടം പറത്തൽ പോലെയുള്ള കാര്യം. എന്തിനാ അതൊക്കെ നടത്തുന്നത്? കുട്ടികളെ കൊണ്ടുപോയി കടലോര പ്രദേശത്ത് പട്ടം പറത്തിയാൽ ഒറ്റ ദിവസം നിങ്ങൾ നടത്തിയാൽ മതി, പക്ഷേ 20 വർഷം കഴിഞ്ഞാലും അവർ ആ ദിവസം ഓർക്കും.